എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അമിത ശബ്ദം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, അത് എങ്ങനെയൊക്കെ നമുക്ക് ഈ സാഹചര്യം ഒഴിവാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. സാധാരണയായി ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. അത് dB എന്നാണ് സാധാരണ എഴുതാറ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചെവിയിൽ എത്ര ശബ്ദം വരെ വളരെ സേഫായിട്ട് കേൾക്കാം എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡം 70 dB ആണ്. അതായത് 70 dBയിൽ താഴെയുള്ള ശബ്ദം വളരെ സേഫായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. നാം വളരെ ശബ്ദം കുറച്ച് പിറുപിറുക്കുമ്പോഴൊക്കെ 30 dB ആണ് വരാറ്. അതേസമയം 60 dB സൗണ്ടാണ് സാധാരണ സംസാരത്തിൽ നാം പുറപ്പെടുവിക്കുന്ന ശബ്ദം. എന്നാൽ സിറ്റി ട്രാഫിക്കിലുള്ള ഒരു ശബ്ദം എന്ന് പറയുന്നത് 80 dB ആണ്. അതേ ശബ്ദം തന്നെയാണ് ഏകദേശം നമ്മുടെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ, ഏകദേശം അതിനോട് അടുത്ത് തന്നെ വരുന്നുണ്ട് മിക്സർ ഗ്രൈൻഡർ യൂസ് ചെയ്യുമ്പോൾ. എന്നാൽ ചീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കിൻ്റെ ശബ്ദം 95 ഡെസിബലാണ്. മരം മുറിക്കുന്ന ശബ്ദമുണ്ട്, അത് വളരെ ഒച്ച കൂടുതലാണ്, അതിന് 110 dB വരുന്നുണ്ട്. ഇനി വരുന്നത് വളരെ വലിയ ശബ്ദമാണ്, അത് 140 ഡെസിബലാണ്. ഒരു ജെറ്റ് എയറോപ്ലെയിൻ പോകുന്ന ശബ്ദവും അതിൻ്റെ ഉയരുന്ന ആ സമയത്തുള്ള ശബ്ദം, ട്രെയിനിൻ്റെ ഹോൺ ശബ്ദവും 140 ഡെസിബലാണ്. അമിട്ട് പോലെയുള്ള വെടിക്കെട്ടിൻ്റെ ശബ്ദം ശരാശരി 140 ഡെസിബലോളം വരുന്നുണ്ട്. വലിയ ഗണ്ണിൽ നിന്ന് വെടിപൊട്ടുന്ന ശബ്ദം 160 ഡെസിബൽ വരുന്നുണ്ട്. റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്തുള്ള ഡെസിബൽ 180 ആണ്. അതേസമയം ബ്ലൂ വെയിൽ എന്നറിയപ്പെടുന്ന നീലത്തിമിംഗലത്തിൻ്റെ വെള്ളത്തിനടിയിൽ വെച്ചുണ്ടാക്കുന്ന ശബ്ദം 188 ഡെസിബലാണ്. വലിയ ആറ്റം ബോംബ് പോലെയുള്ള വലിയ ബോംബ് സ്ഫോടനത്തിന് 190 ഡെസിബൽ വരുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള തെളിവുള്ള ഏറ്റവും വലിയ ശബ്ദം നമ്മുടെ ഭൂമിയിൽ കേട്ടത് 310 ഡെസിബൽ സൗണ്ടാണ്. അത് ക്രൊക്കറ്റോവയിലെ, അതായത് ഇന്തോനേഷ്യയിലെ വോൾക്കാനോ ഇറപ്ഷൻ, അതായത് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സമയത്താണ് ഇത്രയും വലിയ ശബ്ദം ഉണ്ടായത്. ഇങ്ങനെ ശബ്ദത്തിൻ്റെ തീവ്രതയുടെ അളവ് ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ തീവ്രത കൂടുന്തോറുമുള്ള ശബ്ദത്തിൽ നിന്നും മാറി മാറി നിൽക്കുക. അതായത് നോയ്സ് പൊല്യൂഷനിൽ നിന്ന്, ശബ്ദ മലിനീകരണത്തിൽ നിന്നും നിങ്ങൾ മാറി മാറി നിൽക്കുക. അതിനു വേണ്ടിയാണ് ഞാനിവിടെ പറഞ്ഞത്. അങ്ങനെ ഒഴിവാക്കേണ്ട ചില സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. എന്നാൽ ചിലത് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു സംഗീത പരിപാടി, ഒരു വലിയ മ്യൂസിക് പ്രോഗ്രാം നടക്കുമ്പോഴേക്കും അതിൻ്റെ ലൗഡ് സ്പീക്കർ, അതുപോലെ നിങ്ങൾ സിനിമാ തിയേറ്ററിലായിരിക്കുമ്പോഴുള്ള ശബ്ദം, അതൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാലും വളരെ വലിയ ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയുന്നതും ശ്രമിക്കണം. അല്ലെങ്കിൽ വളരെ സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ നിൽക്കണം. ചിലരാകട്ടെ വീട്ടിൽ പാട്ട് കേൾക്കുമ്പോഴും വളരെ വലിയ ശബ്ദത്തിലാണ് കേൾക്കുന്നത്. വീടൊക്കെ കുലുങ്ങുന്ന രീതിയിലാണ് സൗണ്ട് വയ്ക്കുക. അതുപോലെ ചിലർ കാറിൽ യാത്ര ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ വലിയ ബസ്സിലും വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും വലിയ ശബ്ദത്തോടെ, ഞടുങ്ങുന്ന ശബ്ദത്തോടെ ഉള്ള ശബ്ദങ്ങൾ എല്ലാം ഒഴിവാക്കണം. അതെല്ലാം നിങ്ങൾക്ക് അഴുക്കാണ്. ഈ വലിയ ശബ്ദം കേൾക്കുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പലവിധ രോഗങ്ങൾക്ക് ഇത് കാരണമാകും. അതായത് വലിയ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചങ്കിടിപ്പ് കൂടും. അത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചിലപ്പോൾ വഴിവെച്ചേക്കാം. അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഞെട്ടൽ ഉണ്ടാകുമ്പോൾ തന്നെ ശരീരം എന്തോ അപകടമാണെന്ന് തെറ്റിദ്ധരിച്ച് കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്ന് തുടങ്ങിയ പലവിധ സ്ട്രെസ് ഹോർമോൺസ്, പിരിമുറുക്കത്തിനുള്ള ഹോർമോൺസ് എല്ലാം ആ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പലവിധ ഉറക്കക്കുറവ് പോലെ പലവിധ രോഗങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല ചെവി രോഗം, അതായത് ടിന്നിറ്റസ് എന്ന് പറയുന്ന ചെവി മൂളുന്ന ഒരു അസുഖം, അത് ഇതുപോലെ ഒരുപാട് ശബ്ദം കേൾക്കുന്നവർക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കേൾവിശക്തിയുടെ കുറവ് അനുഭവപ്പെടും. അത് ക്രമേണയാണ് കുറഞ്ഞു വരിക. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ വരും. ഇങ്ങനെ സ്ഥിരമായി വലിയ ശബ്ദം കേൾക്കുന്നവർക്ക് കേൾവിശക്തിയെ ഗുരുതരമായി ബാധിച്ചേക്കാം. വിവാഹം കഴിഞ്ഞ ഉടനെ പെൺകുട്ടികൾ വലിയ വെടിക്കെട്ടുകൾ, അതായത് അമിട്ടും പറ്റും പൊട്ടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷം, പെരുന്നാൾ, ഉത്സവം ഇങ്ങനെയുള്ളിടത്തൊന്നും പോയി നിൽക്കരുത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരംഭദശയിലുള്ള, അതായത് ഒരു കുഞ്ഞ് ഉണ്ടായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം അമ്മയുടെ ഉദരത്തിലായിട്ടുള്ളൂ എങ്കിൽ ഈ ഞെട്ടൽ കൊണ്ട് അതിന് ദോഷങ്ങൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ അബോർഷൻ ആയേക്കാം.
അതുകൊണ്ടാണ് പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ പെൺകുട്ടികളെ ഇതുപോലെ വലിയ ശബ്ദമുണ്ടാക്കുന്ന വെടിക്കെട്ടുകൾക്കും പെരുന്നാളുകൾക്കും ഒന്നും വിടാറില്ലായിരുന്നു. അങ്ങനെ അത്തരം അമിട്ടുകൾക്ക് ഒരു പേര് തന്നെ വന്നിട്ടുണ്ട്. ഗർഭം കലക്കി അമിട്ട് എന്ന് പറയുന്ന കുപ്രസിദ്ധമായിട്ടുള്ള അമിട്ട് പലയിടങ്ങളിലും ഇപ്പോഴുമുണ്ട്. വലിയ ശബ്ദം ഒഴിവാക്കാനായിട്ടുള്ള ഒരു ചെറിയ മാർഗ്ഗമാണ് ഇയർ പ്ലഗ് ധരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ കാഠിന്യം, തീവ്രത കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റും. വലിയ ശബ്ദമുള്ളിടത്തു നിന്ന് ഇടവേളയെടുത്ത് മാറി നിൽക്കാനും ശ്രമിക്കുക. അതുപോലെ കഴിവതും വലിയ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങളൊക്കെ വാങ്ങുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് പോകുന്നതും ഒഴിവാക്കുക. അങ്ങനെ ശബ്ദ തീവ്രത വഴി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധ ചെലുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഉപകാരമാകാൻ വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്.